ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ. ഇതാണ് വലിയ ഇല്ലാത്തതും കൈന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ാണെങ്കിലും സത്യം പറയൂ. ഇനിയിപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? പോയാ ചവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഇതാണ് പാട്ട്. വിവാദം കൊഴുത്തതോടെ BJP കേരളം പേജിൽ നിന്ന് ഇത് ഒഴിവാക്കി. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പിയ ആളാവാനല്ലടോ. തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ. BJPയുടെ ഒരു സാമൂഹിക മാധ്യമ പേജുകളിലും ഇതിനി ഉണ്ടാവരുതെന്ന കർശന നിർദ്ദേശവും നേതൃത്വം നൽകി. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. എന്നാൽ നീക്കം ചെയ്ത ശേഷവും സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ്. ഇതിലും വലുതെന്തോ വരായിരുന്നോ? ശബ്ദമിശ്രണത്തിൽ വന്ന പിഴവെന്നാണ് IT സെൽ ഭാരവാഹികൾ നൽകുന്ന വിശദീകരണം. താനാണ് ഇതിനൊക്കത്തിനും കാരണം. എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം? ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. ഈ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇന്നലെ ചേർന്ന പദയാത്രാ അവലോകന യോഗത്തിൽ IT സെല്ലിനെതിരെ രൂക്ഷ വിമർശമാണ് ഇത് സംബന്ധിച്ചുണ്ടായത്. നീ വിഷമിക്കാണ്ടിരി, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. പദയാത്ര കോഴിക്കോടെത്തിയപ്പോൾ പുറത്തിറക്കിയ ഒരു പോസ്റ്ററിലും വിവാദമുണ്ടായി. ഉച്ചഭക്ഷണം SC/ST നേതാക്കളും ഒന്നിച്ച് എന്നായിരുന്നു ഒരു പരിപാടിയുടെ പോസ്റ്ററിൽ പറഞ്ഞത്. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. വിവാദമായതോടെ പോസ്റ്ററും പിൻവലിച്ചു. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ. ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഇനി മേലിത് ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ. ചെല്ലേ, നീ പോയി കിടന്നോടാ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോ. കെടാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.